ജനുവരി 29 പെറൂഗിയയിലെ വിശുദ്ധ കോൺസ്റ്റാന്റിയസ്. കോൺസ്റ്റൻസ് അല്ലെങ്കിൽ കോൺസ്റ്റാൻസോ എന്നും അറിയപ്പെടുന്നു. ഇറ്റലിയിലെ പെറൂഗിയയിലെ രക്ഷാധികാരികളിൽ ഒരാളാണ്. മരണം AD 170 കരുതുന്നത്. പ്രാദേശിക പാരമ്പര്യം പറയുന്നത് പെറൂഗിയ നഗരത്തിലെ ആദ്യ ബിഷപ്പായി 30-ാം വയസ്സിൽ അദ്ദേഹം നിയമിതനായി എന്നാണ്. സുവിശേഷ വേലയിലും പാവപ്പെട്ടവരെ പരിപാലിക്കുന്നതിലും അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധനാക്രമവും വിശ്വാസ പ്രവർത്തനങ്ങളും ഉംബ്രിയയ്ക്കപ്പുറത്തേക്ക് വ്യാപിച്ചു. മാർക്കസ് ഔറേലിയസ് എഴുതിയ പുസ്തകത്തിൽ പറയുന്നു, ഇറ്റലിയിലെ മതപീഡനകാലത്ത് പെറൂഗിയയിലെ ഒരു ദേവാലയം പൊളിക്കപ്പെട്ടു. കോൺസ്റ്റാന്റിയസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് തൻ്റെ കൂട്ടാളികളോടൊപ്പം കൊല്ലുവാനായി ഒരു അടുപ്പിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ അതിൽ നിന്ന് എല്ലാവരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത അദ്ദേഹത്തിൻ്റെ കാവൽക്കാർ അവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അനസ്താസിയസ് എന്ന ക്രിസ്ത്യാനിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ അഭയം തേടി. എന്നാൽ അനസ്താസിയസിനോടൊപ്പം കോൺസ്റ്റാന്റിയസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും അസിസിയിലെയും സ്പെല്ലോയിലെയും ജയിലുകളിൽ പീഡിപ്പിക്കപ്പെട്ട ശേഷം ഫോളിഗ്നോയ്ക്ക് സമീപം ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പെറൂഗിയയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇന്നത്തെ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപം അടക്കം ചെയ്യുകയും ചെയ്തു. കോൺസ്റ്റാന്റിയസിൻ്റെ ഭൗതിക ദേഹാവശിഷ്ടങ്ങൾ 1825 ഇന്നത്തെ സാൻ കോൺസ്റ്റാൻസോ പള്ളിയിലെ ഒരു പുതിയ അൾത്താരയിലേക്ക് മാറ്റി. ജനുവരി 29 സഭ വിശുദ്ധൻ്റെ തിരുനാൾ ദിനമായി ആചരിക്കുന്നത്.